അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉള്ളിത്തണ്ട് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിത്തണ്ട് കഴുകി അരിഞ്ഞ് എടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഒരു പച്ചമുളക് ഇത്രയും വേണം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള എല്ലാ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തുന്ന സ്മെല്ലൊക്കെ ഒന്ന് പോണ വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിത്തണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. മോനിവിടെ ക്യാമറയിൽ അവനാണ് എനിക്ക് ക്യാമറ പിടിച്ചു തന്നത് കേട്ടോ. അവൻ ക്യാമറ റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് അവൻ്റെ മുഖം കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഉള്ളിത്തണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉണ്ടാവാൻ ക്യാമറ എവിടേക്കോ നീക്കി പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാണ് പിന്നെ അവൻ്റെ അടുത്ത് എടുത്ത് പിടിക്ക്, വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഇനി ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്.